ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്ത് നോക്കി ആരെങ്കിലും ഉണ്ടോ? 7.956 ആണ്. 7.956 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ആർക്കെങ്കിലും ഒന്നുകൂടെ ചെയ്ത് ഒന്നുകൂടെ പറയണമെന്നുണ്ടോ? ഹലോ, ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്ത് കാണണമെന്നുണ്ടോ? ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു, അതുപോലത്തെ സിമിലർ പ്രോബ്ലം ആണ്. ഓക്കെ, 7.83 ആണ് എനിക്ക് കിട്ടിയത്. കുഴപ്പമില്ലായിരിക്കുമല്ലോ മാം? നിങ്ങൾ എടുക്കുന്ന ഇപ്പം ഈ R/Z അടിച്ചു കൊടുത്തിട്ട് സ്ക്വയർ ഒക്കെ കണ്ടിട്ട് ഡെസിമൽ റൗണ്ട് ഓഫ് ചെയ്തൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ വ്യത്യാസം വരും. ഒരുമിച്ച് കാൽക്കുലേറ്ററിലിട്ട് അടിച്ചു കൊടുക്കണമെങ്കിൽ 7.95 വരുന്നത്, അല്ലെങ്കിലാണ് ഈ ചെറിയ വേരിയേഷൻ വരുന്നത്. അത് വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത കേസ് ഞാൻ പറയണം. ആർക്കും ചെയ്ത് കാണണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ അടുത്ത സെക്ഷൻ, നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്ത കേസ് നമ്മൾ പറയണ വെർട്ടിക്കൽ സ്ട്രെസ് ബിനീത് ലോഡഡ് ഏരിയ. ഒരു ഏരിയ ലോഡ് ചെയ്തേക്കാണ്. അത് എങ്ങനത്തെ ഏരിയ ആവാം? സ്ട്രിപ്പ് ആകാം, റെക്ടാങ്കുലർ ആകാം, സർക്കുലർ ഷേപ്പ് ആകാം. ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു ജനറലി ഒരു ഗ്രൗണ്ട് സർഫസിൽ ഒരു പോയിന്റ് ലോഡ് എന്നുള്ള കണ്ടീഷനിലായിരുന്നു നമ്മൾ ആദ്യത്തെ കേസ് പഠിച്ചത്. ഇനി പറയണത് ലോഡഡ് ഏരിയാസ്. ഒരു സ്ട്രിപ്പ് ആണെങ്കിൽ, ഒരു സ്ട്രിപ്പായിട്ടാണ് ലോഡ് ആക്ട് ചെയ്യണമെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് സ്ട്രിപ്പാണ്. റെക്ടാങ്കുലർ ഏരിയയും സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഈ ലോഡ് ആക്ട് ചെയ്യണമെങ്കിൽ, അങ്ങനെയുള്ള ഇതിൽ ഗ്രൗണ്ട് സർഫസിന് താഴെ ഇസഡ് ഡെപ്തിൽ എങ്ങനെയാണ് വെർട്ടിക്കൽ സ്ട്രെസ് കാണുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഹെഡിങ് എഴുതി വെച്ചുള്ള വെർട്ടിക്കൽ സ്ട്രെസ് അണ്ടർ സ്ട്രിപ്പ് ലോഡ്. ആദ്യത്തെ രണ്ടാമത്തെ കേസ് പോയിന്റ് ലോഡ് പറഞ്ഞു. ഇനി സ്ട്രിപ്പ് ലോഡ് ആണെങ്കിൽ ഈ ഫിഗർ വരയ്ക്കും. ഫിഗർ ക്ലിയർ ആണോ? ഫിഗർ വരയ്ക്കുന്നതിന് മുന്നേ എഴുതാം. നമ്മൾ സ്ട്രിപ്പ് ലോഡ് ചെയ്യുമ്പം രണ്ട് കേസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇതാണ് സ്ട്രിപ്പ് ലോഡ് എന്ന് പറയണത്, അതായത് ഒരു സ്ട്രിപ്പ് പോലെ എൻ്റെയർ വിട്ടിലാണ് ലോഡ്, ലെങ്ത് അല്ല, വിട്ട് വൈസാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതായത് സ്ട്രിപ്പാണ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് സ്ട്രെസ്സിനെ കണ്ടുപിടിക്കാം. ഒന്ന്, ഈ പോയിന്റ് സ്ട്രെസ് കാണുന്ന പോയിന്റ് ആണ് ഈ പി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കണം. ഇത് ആ പോയിന്റ് പി നമ്മൾ എവിടെയാണോ സ്ട്രിപ്പ് ലോഡ് ഉള്ളത് അതിൻ്റെ നേരെ താഴെയാകാം, അല്ലെങ്കിൽ അതിൻ്റെ എക്സാക്ട്ലി ആ സ്ട്രിപ്പ് ലോഡിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിലാകാം. പോയിന്റ് പി എന്ന് പറയുന്നത് സ്ട്രിപ്പിൻ്റെ സെൻറ്ററിൽ താഴെയാകാം. ഓക്കെ, അതൊരു കേസ്. രണ്ടാമത്തെ കേസാണ് പോയിന്റ് പി എന്ന് പറയുന്നത് ഈ സ്ട്രിപ്പ് ലോഡിൽ നിന്ന് മാറി ഒരു ഡിസ്റ്റൻസ് മാറി, അല്ലെങ്കിൽ എക്സാക്ട് സെൻറ്ററിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് പി എന്ന് പറഞ്ഞ പോയിന്റെങ്കിൽ, അതായത് ഇത് കണ്ടോ, ഇവിടെ സ്ട്രിപ്പ് ലോഡ് ഇവിടെയാണ്, ഇതിന് നേരെ അതിൻ്റെ സെൻറ്ററിൻ്റെ നേരെ താഴെയായിരുന്നു ആദ്യത്തെ കണ്ടീഷനിൽ നമുക്ക് സ്ട്രെസ് കാണേണ്ട പോയിന്റ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ സ്ട്രിപ്പ് ലോഡിൽ നിന്ന് മാറി വേറെ ഏതോ ഒരു ലൊക്കേഷനിലാണ് ആ പോയിന്റ് സ്ട്രെസ് കാണേണ്ട പോയിന്റ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വെർട്ടിക്കൽ സ്ട്രെസ് കാണുന്നത്? ഈ രണ്ട് കേസാണ് സ്ട്രിപ്പ് ലോഡിൽ പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെയാണ് വെർട്ടിക്കൽ സ്ട്രെസ് അണ്ടർ സ്ട്രിപ്പ് ലോഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. അതിൽ കേസ് 1 ആണ് പോയിന്റ് പി ബിലോസ് ദി സെൻറ്റർ ലൈൻ ഓഫ് ദി സ്ട്രിപ്പ്. ഈ ഫിഗർ വരയ്ക്കാം. പോയിന്റ് പി ബിലോ ദി സെൻറ്റർ ലൈൻ ഓഫ് ദി സ്ട്രിപ്പ്. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിപ്പ് ഇതാണ്. ഓക്കെ, ഇതാണ് ലോഡഡ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇത്രയും ഏരിയയിലാണ് ആ ലോഡ് ആക്ട് ചെയ്യുന്നത്. ആ ലോഡ് ആക്ട് ചെയ്യുന്ന വിട്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ബി. അതിൻ്റെ ഇൻറ്റൻസിറ്റി ക്യൂ ആണ്, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ ക്രോസ് സെക്ഷൻ ആണോ കാണിച്ചേക്കണേ? ആ ക്രോസ് സെക്ഷൻ കാണിച്ചേക്കണേ. അതെന്നെ ഉദ്ദേശിക്കുന്ന തിക്നെസ് ഉള്ള ഭാഗമാണ് സ്ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞ സ്ട്രിപ്പ് ലോഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണ ലോഡ്. ഓക്കെ, അങ്ങനെ പോയിന്റ് ലോഡ് യൂണിഫോം ലോഡാണ്, അതാണ് സ്ട്രിപ്പ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയിങ് ലോഡ് അല്ല, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. ഒരു മീറ്റർ ലെങ്ത്, ഒരു ബീം മീറ്റർ വിഡ്ത്തിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി ക്യൂ ആണ്, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, ആ ലോഡ് ചെയ്തേക്കണ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബി വിച്ച് ഈസ് ഈക്വൽ ടു 2 ടൈംസ് സ്മോൾ ലെറ്റർ ബി ആണ്. ഓക്കെ, അതെന്താ താഴേക്ക് വരും. ദെൻ
നമുക്ക് സ്ട്രെസ് കാണേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ UDL അല്ലെങ്കിൽ ഈ സ്ട്രിപ്പ് ലോഡ് അതിൻ്റെ സെൻറ്റർ, ആ സെൻറ്ററിൽ നിന്ന് നേരെ എക്സാക്ട്ലി ബിലോയാണ് നമുക്ക് സ്ട്രെസ് കാണേണ്ട പോയിന്റ് P. ഓക്കെ, സ്ട്രിപ്പ് ലോഡ് എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളത്, അതിൻ്റെ സെൻറ്റർ ലൈനിൽ നേരെ താഴെയാണ് Z ഡെപ്തിലാണ് പോയിന്റ് P, വെർട്ടിക്കൽ സ്ട്രെസ് കാണേണ്ട പോയിന്റ്. ഓക്കെ, ആ പോയിന്റ് ആ സ്ട്രിപ്പിൻ്റെ എൻഡ്, അതായത് ലോഡ് എൻഡ് ചെയ്യുന്ന എവിടെയാണോ അതുമായിട്ട് മേക്ക് ചെയ്യുന്നത്, സ്ട്രിപ്പിൻ്റെ സെൻറ്ററും അല്ലെങ്കിൽ സെൻറ്റർ ലൈനും സ്ട്രിപ്പിൻ്റെ എൻഡും ആ പോയിന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, ഇനി നമ്മളിത് ഡിറൈവ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ചെറിയൊരു എലമെൻ്റ് എടുക്കും, ഈ ഒരു ലോഡഡ് ഏരിയയിൽ ചെറിയൊരു എലമെൻ്റ് DX ലെങ്ത്തിലുള്ള ചെറിയൊരു എലമെൻ്റ് എടുക്കും. ആ എലമെൻറ്റിൽ എത്രയാണോ ലോഡ് ആക്ട് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യും. ആ ലോഡ് വെച്ചിട്ട് നമ്മൾ ഈ പോയിന്റിൽ എത്രത്തോളം സ്ട്രെസ് ഉണ്ടാവുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ടോട്ടൽ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് P എന്ന് പറയുന്നത് കാണുന്നത്. നമുക്ക് അത്ര ഡെറിവേഷനിലേക്കൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക, ഞാൻ ഇക്വേഷൻ കാണിച്ചു തരാം. ഫിഗർ വരച്ചിട്ട് പറയാം. ആദ്യത്തെ കേസാണ് സ്ട്രിപ്പ് ലോഡ്, രണ്ടാമത്തെ കേസാണ് സ്ട്രിപ്പ് ലോഡ്. സ്ട്രിപ്പ് ലോഡിൽ 2 കേസ് ഉണ്ട്. ആദ്യത്തെയാണ് പോയിന്റ് P ബിലോ ദി സെൻറ്റർ ലൈൻ ഓഫ് ദി സ്ട്രിപ്പ്, അതാണ് ഇപ്പോൾ പറയണത്. എക്സാക്ട്ലി സെൻറ്റർ ലൈനിൽ നേരെ താഴെയാണ് പോയിന്റ് P. ലോഡ് എവിടെയാണോ ആ ലോഡിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ നിന്ന് നേരെ താഴെ Z ഡെപ്തിലാണ് നമ്മുടെ പോയിന്റ് P, വെർട്ടിക്കൽ സ്ട്രെസ് കാണേണ്ട പോയിന്റ്. ഫിഗർ വരച്ചോ? ഫിഗർ വരച്ചോ? വരച്ചു മിസ്സേ. ഓക്കെ, നമ്മളിവിടെ മാർക്ക് ചെയ്തതിൽ സ്മോൾ ലെറ്റർ B, ക്യാപിറ്റൽ B is equal to 2B എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ സ്മോൾ b ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇതിൻ്റെ ലോഡിൻ്റെ സെൻറ്റർ തൊട്ട് ഒരു എൻഡ് വരെയുള്ള വിഡ്ത്താണ്. ഓക്കെ, ഈ വിഡ്ത്താണ് യൂഷ്വലി നമ്മൾ സ്മോൾ ലെറ്റർ B ആയിട്ട് പറയാറ്. ഇനി നമ്മളിങ്ങനെ സ്ട്രിപ്പ് ലോഡാണ് എങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ്, അതായത് സ്ട്രിപ്പ് ലോഡിൻ്റെ സെൻറ്ററിൻ്റെ താഴെയാണ്, എക്സാക്ട്ലി സെൻറ്ററിൻ്റെ താഴെയാണ് നമുക്ക് സ്ട്രെസ് കാണേണ്ട പോയിന്റ് എങ്കിൽ, അതും Z ഡെപ്തിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: Q ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 2 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുക, സെൻറ്റർ ലൈനിൽ ബിലോ ആയുള്ള ഒരു പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് കാണുന്നത്. സിഗ്മ Z is equal to Q by pi into 2 theta plus sin 2 theta. എഴുതിയോ? Q ഡിവൈഡഡ് ബൈ ഇൻറ്റു 2 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പിൻ്റെ സെൻറ്റർ, അതായത് Z ആക്സിസും
ആ സ്ട്രിപ്പിൻ്റെ എൻഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു പി, പോയിന്റ് പി യു ആയിട്ട് സെൻറ്റർ ലൈനും അതിൻ്റെ എൻഡും സ്ട്രിപ്പിൻ്റെ എൻഡും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. എഴുതിയോ? ഇക്വേഷൻ എഴുതിയോ? എഴുതി. ഓക്കെ. ഇനി അതിൻ്റെ സെക്കൻഡ് കേസ്, പോയിന്റ് പി നോട്ട് ബിലോ ദി സെൻറ്റർ ഓഫ് ദി സ്ട്രിപ്പ്. പോയിന്റ് പി നോട്ട് ബിലോ ദി സെൻറ്റർ ഓഫ് ദി സ്ട്രിപ്പ്. സ്ട്രിപ്പിൻ്റെ നേരെ താഴെ സെൻറ്ററിലല്ല നമുക്ക് സ്ട്രെസ് കാണേണ്ട പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഫിഗർ കാണിച്ചു തരാം. ഇതാണ് ഫിഗർ. ഈ ഇസഡ് ഇവിടെയാണ് പോയിന്റ്. ഈ ഇസഡ് എന്നുള്ള അവിടെയാണ് പോയിന്റ് പി. അവിടെ പി എന്ന് മാർക്ക് ചെയ്തോളാം. ഓക്കെ. ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പം ഈ സ്ട്രിപ്പിൻ്റെ നേരെ എക്സാക്ട്ലി സെൻറ്ററിലല്ല, സെൻറ്റർ ബിലോ അല്ല നമ്മൾ സ്ട്രെസ് കാണേണ്ട പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വെർട്ടിക്കൽ സ്ട്രെസ് കാണുന്നതെന്നാണ് ഇക്വേഷൻ. ഇതിൽ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് ഇസഡ് ആക്സിസ്, ഈ ഇസഡ് ആക്സിസിൽ നിന്ന് ഈ സ്ട്രിപ്പ് ലോഡിൻ്റെ എൻഡ് വരെയുള്ള ആംഗിളാണ് β2. ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് β1. ഇത് β2 എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ. ഈ സ്ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പി യു ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത് 2θ. ഇസഡ് ആക്സിസ് ആ സ്ട്രിപ്പിൻ്റെ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് β. ഇതിൻ്റെ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ സെയിം ഇൻറ്റൻസിറ്റിയാണ്. ഈ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി Q, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ തന്നെ. വെർട്ടിക്കൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു Q ബൈ പൈ ഇൻറ്റു 2θ സൈൻ 2θ കോസ് 2φ. 2θ എന്ന് പറഞ്ഞാൽ β2 മൈനസ് β1 ആണ്. β2 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇസഡ് ആക്സിസ് ആ സ്ട്രിപ്പിൻ്റെ എൻഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് β2. β1 എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസ് ആ സ്ട്രിപ്പ് ലോഡിൻ്റെ സ്റ്റാർട്ടിങ്ങുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് β1. 2φ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ β1 പ്ലസ് β2 ആണ്. ഫിഗർ വരയ്ക്കുക, ഈ ഇക്വേഷൻ എഴുതാം. എടാ β1 പ്ലസ് β2 എന്നുള്ളത് ഏതാ? ഈ ആംഗിള് β1ഉം β2ഉം കൂടെ കൂടുന്നതാണ് എന്ത് 2φ എന്ന് പറയുന്നത്. ഇവിടെ കോസ് 2φ 2φ ഇല്ലേ? 2φ എന്ന് പറഞ്ഞാൽ β1 പ്ലസ് β2 ആഡ് ചെയ്യണം. 2θ എന്ന് പറഞ്ഞാൽ എന്താണ്? β2ൽ നിന്ന് β1 കുറയ്ക്കുന്ന ആംഗിളാണ് 2θ. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 2θ. 2φ എന്ന് പറഞ്ഞാൽ β1ഉം β2ഉം കൂടെ കൂടുന്ന ആംഗിളാണ്. ഓക്കെ, എഴുതിയോ? β1 β2 എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? β1 എന്ന് പറഞ്ഞാൽ ഇത് ഇസഡ്, നമ്മുടെ ഡെപ്ത് മാർക്ക് ചെയ്തേക്കണ ലൈൻ കണ്ടോ? അത് ഇസഡ് ആക്സിസ്, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണിത്. ഓക്കെ. ആ ഇസഡ് ആക്സിസും നമ്മുടെ സ്ട്രിപ്പ് ലോഡ് ഇവിടെ തുടങ്ങി ഇവിടെയാണ് അവസാനിക്കണേ. അപ്പം ആ ഇസഡ് ആക്സിസും സ്ട്രിപ്പ് ലോഡിൻ്റെ എൻഡും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് β2.
ക്ലിയർ ആയോ? ക്ലിയർ ആയി. ബീറ്റ 1 എന്ന് പറഞ്ഞ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളത് അല്ലേ? സ്റ്റാർട്ടിങ്ങുമായിട്ട് β1 എന്ന് പറഞ്ഞാൽ ഇത് ഇസഡ് ആക്സിസും ഈ സ്ട്രിപ്പ് ലോഡിന്റെ സ്റ്റാർട്ടിങ്ങും ആയിട്ടുള്ള ആംഗിളാണ് β1. ഈ രണ്ടും കൂടെ കൂടുന്നത്. അത് രണ്ടും കൂടെ കൂടുന്നതാണ് 2 തീറ്റയുടെ വാല്യൂ. നമ്മളിവിടെ 2 തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതിൽ 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് സെന്റർ, അതായത് ഈ സ്ട്രിപ്പ് ലോഡിന്റെ സെന്ററും ഇസഡ് ആക്സിസും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. ഇത് പക്ഷെ ബീറ്റ നമ്മുടെ ഫോർമുലയിൽ ഇല്ലല്ലോ. ഇല്ല 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 നമ്മൾക്ക് ആംഗിൾ ബീറ്റ തന്നു കഴിഞ്ഞ് ബീറ്റ അല്ലെങ്കിൽ 2 തീറ്റ തന്നു കഴിഞ്ഞാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും വാല്യൂസ് തരും. സാധാരണ ഈ ബീറ്റയുടെ വാല്യൂസ് തരാറുണ്ട്. അങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി 2 തീറ്റ ഇത്രയാണ് 2 5 ഇത്രയാണെന്ന് ഫിഗർ സഹിതം കാണിക്കും. നമ്മളോട് പറയും. ഇതിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് ചോദിക്കാനില്ല. ഈ ഒരു സ്ട്രിപ്പ് ലോഡിൽ നിന്ന് വാല്യൂസ് എല്ലാം തന്നിട്ടാണ് ചോദിക്കാറ്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ തീറ്റ കാണാനുള്ള എന്തെങ്കിലും ഡയമെൻഷൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തീറ്റ ഐഡന്റിഫൈ ചെയ്യാം, വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇക്വേഷൻ എഴുതിയോ എല്ലാവരും? ഫിഗറും വരച്ചോ? പറഞ്ഞോട്ടെ, ക്വസ്റ്റ്യൻ പറയട്ടെ, പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ഈ സെക്ഷൻ ഇതിന്റെ ഈ തേർഡ് മൊഡ്യൂളിലെ ഹാഫ് പോർഷൻ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനെയുള്ള പോർഷൻസ് ആണ്. അപ്പം ഇതുപോലെ ഓരോന്നും ഉണ്ട് അതിൻ്റെ ഇക്വേഷൻ, ദെൻ അതിൻ്റെ പ്രോബ്ലം. അങ്ങനെയാണ് ഇതിനകത്ത് നോട്ടിൽ കൊടുത്തേക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ലോങ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഓഫ് വിഡ്ത്ത് 2 meter carries a load of 400 kilonewton per meter. Calculate the maximum stress at a depth of 5 meter below the center line of the footing. ഇതാണ് ക്വസ്റ്റ്യൻ. A long strip footing of width 2 meter carries a load of 400 kilonewton per meter. Calculate maximum stress at a depth of 5 meter below the center line of the footing. എനിക്കായും പറയണേ. പ്രശ്നം എഴുതിയോ? ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇതാണ്. ഒരു ലോങ് സ്ട്രിപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 2 meter ആണ്. അതിലൊരു ലോഡ് ഉണ്ട് 400 kilonewton per meter. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫിഗർ ഒന്നും തരില്ല, നമ്മൾ ഫിഗർ ആദ്യമേ വരയ്ക്കണം. ഇതാണ് ഫിഗർ. ആദ്യം തന്നെ എന്താണ്? 2 meter ലെങ്ത്തിലുള്ള ഒരു സ്ട്രിപ്പ് ലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 400 kilonewton per meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കണേ? ഒരു പോയിന്റിലെ സ്ട്രെസ് കാണണം. അതായത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ താഴെ 5 meter ഡെപ്തിലുള്ള ഒരു പോയിന്റ് പിയിലെ സ്ട്രെസ് കാണാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ. നമ്മൾ ഫിഗർ വരയ്ക്കണം. നിങ്ങൾ നേരെ വരച്ചോട്ടോ, ഞാൻ ഈ വരയ്ക്കണ ഇതിനകത്ത് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 5 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇസഡ് ആണ്. ഫിഗർ വരച്ചോ? ഇതിന്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം എന്ത് ടൈപ്പ് ലോഡിംഗ് ആണ് അല്ലെങ്കിൽ ഇതാണ് ഇതിനകത്ത് കൊടുത്തേക്കണം എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റഡ് ആണോ, സ്ട്രിപ്പ് ലോഡിംഗ് ആണോ, സർക്കുലാർ ലോഡാണോ, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ സ്ട്രിപ്പ് ആണോ, സർക്കുലാർ ആണോ, റെക്ടാങ്കുലർ ആണോ എന്നുള്ളതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇക്വേഷൻ ഏത് വേണമെന്ന് പ്രിഫർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തെഴുതണം? സിഗ്മ ഇസഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എന്താ സിഗ്മ ഇസഡ് കാണാനുള്ള ഇക്വേഷൻ? Q by pi into Q divided by pi into 2 theta theta plus plus sin sin 2 theta ആണ്. ആ ഇക്വേഷൻ വരാൻ കാരണം എന്താ? സ്ട്രിപ്പ് ലോഡിന്റെ സെന്ററിൽ നിന്ന് ഇസഡ് ഡെപ്തിലുള്ള ഒരു പോയിന്റിലെയാണ് സ്ട്രെസ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റ് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇനി ഇതിൽ നമുക്ക് തീറ്റയുടെ വാല്യൂ അറിയില്ല. ഓക്കെ, അറിയാമോ? തീറ്റ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് ഫിഗർ വരച്ചപ്പം. ഏതാണ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിള്? ഈ സെന്റർ ലൈനും ഈ സ്ട്രിപ്പിന്റെ എൻഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ ഇതിനകത്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് ഈ സ്ട്രിപ്പ് ലോഡ് തരുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കും. നമുക്ക് ശരിക്കും നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സ്ട്രിപ്പ് ഏരിയ ആണെന്നുള്ള കണ്ടീഷനിലാണ്. ഓക്കെ, സ്ട്രിപ്പ് ലോഡ് എന്ന് പറഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ ആണ്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ലോഡിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? അതിൻ്റെ വിഡ്ത്ത് വച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോഴെന്താവും? ലോഡിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാവും. ഒരു എം സ്ക്വയറിൽ എത്രത്തോളം ലോഡ് ഉണ്ടെന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ക്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. നമുക്ക് തന്നിരിക്കുന്നത് സ്ട്രിപ്പ് ലോഡാണ്, അതായത് ഒരു UDL പോലത്തെ ലോഡാണ്. പക്ഷേ നമ്മൾക്ക് ആക്ച്വലി അറിയുന്നത് ഒരു പോയിന്റ് ലോഡായിരുന്നു. ഒരു പോയിന്റ് ലോഡ് ക്യൂ വരുമ്പോൾ ഉള്ള സിഗ്മ ഇസഡ് ആണ് നമ്മൾ ജനറലി ഡെറൈവ് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, അതൊരു പോയിന്റിൽ ആക്ട് ചെയ്യണ ലോഡായിട്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഏരിയ ആണ്, നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഏരിയ എടുത്തിട്ടാണ് ആ ഏരിയയിൽ എങ്ങനെയാണോ ലോഡ് അതിനെ വച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രിപ്പിനും ഇനി പറയാൻ പോണ റെക്ടാങ്കിളിനും സർക്കുലറിനും എല്ലാം നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് കാണാൻ പോകുന്നത്. അപ്പം ഏരിയയിൽ എത്രത്തോളം ലോഡ് ഉണ്ട്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയിൽ എത്രത്തോളം ലോഡ് ഉണ്ടെന്ന് മാറ്റി എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ. ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. പോയിന്റ് ലോഡിന്റെ കേസിലല്ല, ഇനി പറയുന്ന താഴേക്ക് പറയുന്ന സ്ട്രിപ്പ് ലോഡ്, റെക്ടാങ്കുലർ, സർക്കുലാർ, ഈ പറയുന്ന എല്ലാ കേസുകളിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോഡിന്റെ ഇന്റൻസിറ്റി ഒരു എം സ്ക്വയറിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലാക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. അങ്ങനെ ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഏരിയ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. അത് സ്ട്രിപ്പിനും റെക്ടാങ്കുലറിനും സർക്കുലറിനും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നമുക്ക് ലോഡിന്റെ ഇന്റൻസിറ്റി നമുക്ക് തന്നിരിക്കുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ് അല്ലേ? എത്രത്തോളം ഇന്റൻസിറ്റിയിലുള്ള ലോഡാണ് ആക്ട് ചെയ്യണ ആ സ്ട്രിപ്പിൽ എന്നാ പറഞ്ഞത്. അതായത് 400 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ മീറ്റർ ലെങ്ത്തിൽ 400 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ടെന്നാണ് അല്ലേ? ഓക്കെ, നമുക്ക് വേണ്ടത് സ്ട്രിപ്പ് ഏരിയ ആണ്. ഓക്കെ, സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് 2 മീറ്റർ വിഡ്ത്തിലുള്ള ഒരു സ്ട്രിപ്പാണ്.
അതിന്റെ Okay. ലെങ്ത് വൈസ് മൊത്തത്തിലാണ് 400 നോക്കണത്. ലെങ്തിലാണ് മൊത്തത്തിലാണ് 400 ഉള്ളത്. നമുക്ക് വേണ്ടത് എന്താണ്? ഇങ്ങനെ ഒരു Width wise ഏരിയയിലുള്ള ലോഡാണ് വേണ്ടത്. ഹലോ, 1 മീറ്റർ ഏരിയയിലുള്ളതല്ലേ, 1 മീറ്ററും 2 മീറ്ററും. 1 മീറ്ററും 2 മീറ്ററും അല്ലെങ്കിൽ 1 മീറ്ററിലും 2 മീറ്ററിലും ഉള്ള ലോഡാണ്, ഏരിയ ലോഡാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു m സ്ക്വയറിൽ എത്രത്തോളം ലോഡ് ഉണ്ട് അത് നമുക്ക് വേണം. എന്നാലാണ് നമുക്ക് ഇവിടെ Q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ തന്നിരിക്കുന്ന ലോഡിനെ എന്ത് ചെയ്യും? എത്ര വിട്ടാണോ ഉള്ളത് അതിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഒരു m സ്ക്വയറിൽ ലോഡ് ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് 400/2 ചെയ്ത്. ആ വാല്യൂ വേണം നമ്മൾ ഈ ഇക്വേഷനിൽ Q ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. 400 kN/m അല്ലേ? അത് UDL ആണ്. 1 മീറ്റർ ലെങ്തിലാണ്. മൊത്തം സ്ട്രിപ്പിന്റെ 1 മീറ്റർ അല്ലേ? 2 മീറ്റർ വീതിയുള്ള സ്ട്രിപ്പ് 1 മീറ്റർ ലെങ്തിലാണ് 400. നമുക്ക് വേണ്ടത് ആ ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ലോഡ് പെർ യൂണിറ്റ് ഏരിയ ആക്കി കൺവേർട്ട് ചെയ്യണം. 1 m സ്ക്വയറിൽ എത്രത്തോളം ലോഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ക്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. നമുക്ക് മീറ്റർ ലെങ്തിലേ അറിയുള്ളൂ. ഒരു m സ്ക്വയറിൽ എത്രത്തോളം ലോഡ് ഉണ്ടെന്ന് മാറ്റണം, എന്നിട്ട് വേണം ഇവിടെ ക്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് 400, 1 മീറ്റർ ലെങ്ത്തിൽ 400 ആണ്. നമുക്ക് മൊത്തം 2 മീറ്റർ ഉണ്ട്. അപ്പോൾ ബൈ 2 ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 200 kN/m² ആണ് ഒരു m സ്ക്വയറിലെ ലോഡ്. 400 kN/m എന്ന് പറയുമ്പോൾ ഇവിടെ 2 മീറ്റർ ഇല്ല, അപ്പൊ ടോട്ടൽ 800 kN ആയില്ലേ? 800 അത് kN. ലെങ്ത് വൈസിലാ. അത് ലെങ്ത് വൈസിലാണ്. ലെങ്ത്. ഇത് ഇവിടെ ഈ ഡയറക്ഷൻ ഇത് കണ്ടോ? ഇത് ഇതാണ് സ്ട്രിപ്പ് ലോഡ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ പറയുമ്പോൾ അത് UDL ആയിട്ടാണ് പറയണേ, ലോഡിന്റെ ഇന്റൻസിറ്റി പറയുമ്പോൾ. ആക്ച്വലി നമുക്ക് വേണ്ടത് ഒരു ഏരിയയിലുള്ള ലോഡാണ്. ആ ഏരിയയുടെ വിഡ്ത്താണ് നമുക്ക് തന്നേക്കണ 2 മീറ്റർ. ഇപ്പൊ ഞാൻ ഫിഗർ മാറ്റി വരയ്ക്കാം. ഇതല്ല, വിഡ്ത്ത് എന്ന് പറയണ ഏതാണ്? ഇതാണ് എൻ്റെ ലെങ്ത് ആണ് അല്ലേ? ആ 2 മീറ്റർ വിഡ്ത്തിലുള്ള ലോഡാണ്, അല്ലെങ്കിൽ 400 kN/m എന്ന് പറയുന്നത് 1 മീറ്റർ ലെങ്തിലുള്ള ലോഡാണ്. നമുക്ക് ഈ കാണിച്ചേക്കണ അതിന്റെ ക്രോസ് സെക്ഷൻ ആണ്, വിഡ്ത്ത് വൈസുള്ള ക്രോസ് സെക്ഷൻ ആണ് ഈ തന്നേക്കണേ. അതാണ് 2 മീറ്റർ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഏരിയയിലുള്ള ലോഡാണ്. ഏരിയയിലുള്ള ലോഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഈ L മീറ്റർ പെർ മീറ്റർ ലെങ്തിലുള്ള ലോഡ് എന്ന് പറയുന്നത് 400 ആണ്. ഡിവൈഡഡ് ബൈ അതിന്റെ വിഡ്ത്ത് ചെയ്താൽ കിട്ടില്ലേ നമുക്ക് ഈ L/2 മീറ്റർ അല്ലെങ്കിൽ 1/2 മീറ്റർ എന്നുള്ള ഇതിലെ ലോഡ് എത്രയാന്നുള്ളത്? ഒരു m സ്ക്വയറിൽ എത്രത്തോളം വേണം? അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിപ്പ് ഏരിയയുടെ വിഡ്ത്ത് ആണ് 2 മീറ്റർ. അതിന്റെ പെർ മീറ്റർ ലെങ്തിലുള്ള ലോഡാണ് 400 kN/m എന്ന് പറയുന്നത്. അതാണ് കൺസെപ്റ്റ്. ക്ലിയർ ആയോ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയോ? ബൈ 2 ചെയ്ത് അങ്ങനെ അങ്ങനെ കിട്ടണേ? ബൈ 2 ചെയ്ത് അങ്ങനെ കിട്ടൂലേ? ഇല്ല. മിസ് 2 മീറ്റർ വിഡ്ത്ത് ആൻഡ് 1 മീറ്റർ ലെങ്ത്. അപ്പോൾ 2 മീറ്റർ സ്ക്വയർ 2 മീറ്റർ സ്ക്വയറിൽ 400 km അല്ലേ? ഇതാണ് നമ്മുടെ 2 മീറ്റർ സ്ക്വയറിൽ 400 kN ആണ്. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിൽ 200 km. 1 മീറ്റർ സ്ക്വയറിൽ 200 kN/m². പെർ മീറ്റർ എന്ന് എഴുതിയുമ്പോൾ 2 മീറ്റർ വിഡ്ത്ത് ഉള്ളതുകൊണ്ട് അത് 400 kN അപ്ലൈ ചെയ്യുന്നത് 2 മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ലെങ്ത് 1 മീറ്ററും ഇതാണ് അതിന്റെ വിഡ്ത്ത് 2 മീറ്ററും. ഈ പെർ യൂണിറ്റ് ലെങ്തിലുള്ള ലോഡാണ് നമുക്ക് തന്നേക്കണേ 400 kN/m എന്ന് പറയണേ. അതിന്റെ വിഡ്ത്ത് 2 മീറ്റർ ആണെന്നേ പറഞ്ഞേക്കണേ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. വിഡ്ത്ത് 2 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ട്രിപ്പിൽ എങ്ങനെയാ ലോഡ്? 400 kN/m ലെങ്ത് ആണെന്നാ പറയണേ. 1 മീറ്റർ ലെങ്ത്തിൽ 400 kN/m. ആ രീതിയിലാണ് ലോഡിങ് പോണേ. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു സ്ട്രിപ്പിലെ ഈ ഒരു ഏരിയ, ഞാൻ ഈ ഹാച്ച് ചെയ്തേക്കണ ഏരിയയിലുള്ള ലോഡാണ്. അപ്പോൾ ഏരിയയിലുള്ള ലോഡ് ആക്കണ എന്താണ്? പെർ മീറ്റർ ലെങ്ത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പോരെ?
ഒരു എം സ്ക്വയറിൽ എത്രത്തോളം ലോഡ് ഉണ്ടാവും എന്നറിയാൻ. ആ 2m² പോകണ്ട, അപ്പൊ 1m², അത് ശരിയാ. ആ. അങ്ങനെ ആ ഇപ്പൊ മനസ്സിലായ കൺസെപ്റ്റ്? നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പം എപ്പോഴും ഈ ക്യൂ എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത് ഒരു എം സ്ക്വയറിൽ എത്ര ലോഡ് ഉണ്ട് ആ രീതിയിൽ വേണം ഈ ക്യൂ അപ്ലൈ ചെയ്യാൻ. അതാണ് പറഞ്ഞത്. അപ്പം ക്വസ്റ്റ്യനിൽ വിട്ട് എത്ര തന്നാൽ ആ വിട്ട്, ഇപ്പം സപ്പോസ് ഈ ക്യൂ എന്ന് പറയുന്നത് നമ്മളോട് ഇപ്പം ഇത് 400 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ ആ സച്ച് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കണ 1 മീറ്റർ ലെങ്ത്തിൽ 400 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് ലോഡ്. അതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അങ്ങനെയുള്ള ഒരു സ്ട്രിപ്പിലാണ് ആ ഏരിയ, സ്ട്രിപ്പിൻ്റെ ഏരിയ ആണിത്. ആ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് വേണം നമുക്ക് ഈ ക്യൂ ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പം 200 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വരും, മീറ്റർ സ്ക്വയർ എന്ന് വരും. അത് വേണം 400 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നായിരുന്നെങ്കിലോ 400 ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. പിന്നെ മാറ്റണ്ട. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും സ്ട്രിപ്പ് വിട്ടാണെങ്കിലും ലോഡിന്റെ ഇന്റൻസിറ്റി തന്നിരിക്കുന്ന യൂണിറ്റ് നോക്കുക. അത് മീറ്റർ സ്ക്വയർ ആണെങ്കിൽ പെർ മീറ്റർ ലെങ്ത്തിലായിരിക്കും തന്നേക്കണേ. എം സ്ക്വയറിലാണ് തന്നേക്കണമെങ്കിൽ ഒരു ഏരിയയിലുള്ള ലോഡിംഗ് ആണ് തന്നിരിക്കണേ. ഏരിയയിലെ ലോഡിംഗ് ആണ് തന്നിരിക്കണമെങ്കിൽ നിങ്ങൾ യൂണിറ്റ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട. മീറ്റർ സ്ക്വയറിനാണ് കിടക്കണമെങ്കിൽ അത് ആ ലോഡ് തന്നെ അപ്ലൈ ചെയ്യാം. പെർ മീറ്റർ ലെങ്ത്തിലുള്ള ആണെങ്കിൽ അത് ഏരിയയിൽ എത്രത്തോളം ഉണ്ട്, നമ്മൾ തന്നിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ ഏരിയയിൽ എത്രത്തോളം ലോഡിംഗ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ക്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എഴുത് Q is equal to 400/2 which is equal to 200 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ട തീറ്റയാണ്. ഈ തീറ്റ എങ്ങനെ കാണും? ഈ ആംഗിൾ കണ്ടുപിടിക്കണം, എന്നാലാണ് നമുക്ക് 2θ sin 2θ ഒക്കെ കാണാൻ പറ്റുള്ളൂ. അത് ആ ട്രയാംഗിളിൽ നിന്ന് കാണല്ലേ? ട്രയാംഗിളിൽ നിന്ന് കാണാം. ഇത് എത്രയാണ് ഈ വിഡ്ത്ത്? 2ന്റെ പകുതി 1 മീറ്റർ ആയിരിക്കും. കാരണം ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണല്ലോ. ഇതിന്റെ എക്സാക്ട്ലി സെന്ററിലാണ് നമ്മുടെ പോയിന്റ് P, ബിലോ പോയിന്റ്. അപ്പം ഇത് എന്തായാലും ഹാഫ് വിഡ്ത്ത് ആയിരിക്കും. ഡെപ്ത് എത്രയാണ്? 5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? സൈൻ എടുക്കണോ, കോസ് എടുക്കണോ, ടാൻ എടുക്കണോ, ഏതെടുക്കണം? ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ്. അതേതാണ്? ടാൻ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. therefore തീറ്റ ഈസ് ഈക്വൽ ടു എത്ര വരും എന്ന് പറ? ടാൻ ഇൻവേഴ്സ് 1/5. ടാൻ ഇൻവേഴ്സ് 1/5. ഇത് ഡിഗ്രി എടുക്കണോ റേഡിയൻ എടുക്കണോ? ആക്ച്വലി റേഡിയനിലാണ് ചെയ്യണ്ടേ. നമുക്ക് റേഡിയനിൽ വാല്യൂ വേണം. ഡിഗ്രി ഇട്ട തെറ്റി പോവില്ലേ? ഡിഗ്രി അല്ല നമുക്ക് വേണ്ട, റേഡിയനിൽ വേണം. ഈ പ്രോബ്ലത്തിൽ തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ റേഡിയൻസിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. നമ്മൾ കാൽക്കുലേറ്ററിന്റെ മോഡ് മാറ്റിയാലല്ലേ കിട്ടുള്ളൂ. മോഡ് മാറ്റാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഡിഗ്രിയിലാണെങ്കിൽ ഇൻറ്റു π/180 ചെയ്താൽ മതി റേഡിയനിലാക്കാൻ. ഡിഗ്രിയിലാണ് കിട്ടുന്നതെങ്കിൽ ഇൻറ്റു π/180 ചെയ്താൽ അത് റേഡിയനിലേക്ക് ആയിക്കോളും. എത്ര കിട്ടിയേ? 0.1974. അത് റേഡിയൻ അല്ലേ? 0.197 റേഡിയൻസ് ആണ്. സി സോറി, റേഡിയൻ. ഓക്കെ, അപ്പം 2θ എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 ഇൻറ്റു 0.197 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 0.395 റേഡിയൻ എന്ന് വരും. മീൻസ് therefore സിഗ്മ ഇസഡ് കാണാം. Q ഡിവൈഡഡ് ബൈ പൈ, ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. 200 ഡിവൈഡഡ് ബൈ പൈ 0.395 പ്ലസ് സൈൻ 2θ എന്ന് പറഞ്ഞാൽ ഇത് 0.395.
അതിപ്പോ 2 തീറ്റ എന്ന് എഴുതിയാലും പോരാ, രണ്ടിടത്ത് 2 ഇൻറ്റു അടിച്ചാലും കുഴപ്പമില്ല. ഇല്ല ഇല്ല. ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടിയേ? 49.6 ആ 49.6 കറക്റ്റ് ആണ്. 62. 49.62 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അത്രയും സ്ട്രെസ് ആയിരിക്കും ഒരു സ്ട്രിപ്പ് ലോഡിൽ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യണം. പോയിന്റ് പിയിൽ അങ്ങനെ സ്ട്രിപ്പ് ലോഡ് ഗ്രൗണ്ട് സർഫസിൽ ആക്ട് ചെയ്യുമ്പം പോയിന്റ് പിയിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? അടുത്ത പറഞ്ഞോട്ടെ. നമ്മൾ ആ ഡിഗ്രിയിൽ എടുക്കണമെങ്കിൽ ഈ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ സൈൻ്റെ അവിടെ വരുമ്പോൾ ആ ഡിഗ്രി നേരെ ഇടാൻ പറ്റുമോ? ഡിഗ്രി ചെയ്യുമ്പോൾ ഡിഗ്രി ചെയ്യുമ്പം അത് ഇത് കറക്റ്റ് ആണോ പറഞ്ഞത്? ഡിഗ്രി ചെയ്യുമ്പം അതാണ് ഞാൻ പറയാൻ വന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് സംശയം വരണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചതാ. ഇവിടെ ഈ ഡിഗ്രി ഇല്ലേ, 0.395 ഇടുന്നതിന് പകരം ഇവിടെ 11.31 അത്രയും ഡിഗ്രി കിട്ടും. ആ ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഈ സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടണം. അപ്പം 2 ഇൻറ്റു എടുക്കണം, 2 തീറ്റ എടുക്കണം. അപ്പം 2 ഇൻറ്റു 11.31 ഇടണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം വരാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്റർ മാറ്റിയില്ലെങ്കിൽ കുഴപ്പമാകും, മാറ്റി കഴിഞ്ഞാൽ അടുത്ത് കുഴപ്പമാകും. അത് നോക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ എപ്പോഴും ഇങ്ങനെ ഓർത്താൽ മതി, ഈ സിംപ്ലി 2 തീറ്റ എന്നൊക്കെ വരുന്ന ടേമുകളില്ലേ, അവിടെ നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി റേഡിയനിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അത് ജനറലി എല്ലാ കേസിലും അങ്ങനെയാണ്. ഇപ്പം സൈൻ ഒക്കെ വരുവാണ്, സൈൻ തീറ്റ, കോസ് തീറ്റ അങ്ങനെയൊക്കെ വരാണെങ്കിൽ സൈൻ വിത്ത് ഫംഗ്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ തീറ്റ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡിഗ്രിയിൽ എഴുതിയാലും റേഡിയനിൽ എഴുതിയാലും വലിയ വേരിയേഷൻസ് ഉണ്ടാവില്ല, ആൻസർ കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഈ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ലാതെ സിംപ്ലി തീറ്റ കൊടുക്കുമ്പോൾ അവിടെ റേഡിയനിലിട്ട് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ. ഇപ്പം നമ്മൾ സ്ട്രിപ്പ് പഠിച്ചു, ഇനി പഠിക്കാൻ പോണ സർക്കുലാർ ആണ്. ഓക്കെ, ഇത് അടുത്ത കേസ്. വെർട്ടിക്കൽ 49.6 കണ്ടോ. ഇവിടെ പ്രോബ്ലം ചെയ്തപ്പോൾ 2 ഇൻറ്റു ഇതിട്ട് ഇത് രണ്ട് രീതിയിലും ചെയ്യാം, ഡിഗ്രിയിലിടാം റേഡിയനിലിടാം, കറക്റ്റ് ആൻസർ തന്നെയായിരിക്കും കിട്ടണത്. അടുത്ത കേസ് വെർട്ടിക്കൽ സ്ട്രെസ് അണ്ടർ സർക്കുലാർ ഏരിയ. ഈ ഫിഗർ വരയ്ക്കുക, ഇക്വേഷൻ കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ ഉണ്ടായിരുന്നു പണ്ട് പഠിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല, ഡെറിവേഷനൊക്കെ കുറേ വലിയ ഡെറിവേഷൻസ് ആയിരുന്നു. സർക്കുലാർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോഡഡ് ഏരിയ എന്ന് പറയുന്നത് സർക്കുലാർ ഷേപ്പിലാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സർക്കുലാർ ഏരിയയുടെ താഴെയുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ വെർട്ടിക്കൽ സ്ട്രെസ്. ഇതാണ് സർക്കുലാർ ഏരിയ. ആ സർക്കുലാർ ഏരിയയുടെ സെൻറ്റർ ഇതാണ്. ആ സെൻറ്ററിൽ നിന്ന് നേരെ താഴെ ഇസഡ് ഡെപ്തിലാണ് നമ്മുടെ സ്ട്രെസ് കാണേണ്ട പോയിന്റ് പി. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണിത്, ക്യാപിറ്റൽ ആർ. അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ക്യൂ. ആ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടോ, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ആ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും. സർക്കുലാർ ഏരിയയിലുള്ള ലോഡാണ്. അപ്പം ഒരു ഏരിയയിലുള്ള ലോഡ് എപ്പോഴും എങ്ങനെയാണ്,
ഒരു എം സ്ക്വയറിൽ എത്ര ലോഡിങ് വരുന്നു ആ രീതിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതുകൊണ്ടാണ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്മോൾ ആർ എന്ന് പറഞ്ഞ സ്ട്രിപ്പിലേക്കുള്ളതാണോ? സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്തേക്കണേ. ഓക്കെ, ആ സ്ട്രിപ്പിൽ സെൻറ്റർ തൊട്ട് ആ സ്ട്രിപ്പ് വരെയുള്ള റേഡിയസ് ആണ് സ്മോൾ ആർ. ആ സ്ട്രിപ്പിൻ്റെ വിഡ്ത്താണ് ഡി ആർ. അത് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുകയോ ചെയ്യുന്നത്. അത്രയൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് പഠിക്കാനില്ല, ഡയറക്റ്റ് ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പറയണില്ല. ഫിഗർ വരയ്ക്കുക, ഇക്വേഷൻ കാണിച്ചു തരാം. ലാസ്റ്റ് പ്രോബ്ലത്തിന്റെ ഫൈനൽ ആൻസർ ഒന്നുകൂടെ അത് 49.62 കിട്ടിയില്ലല്ലോ. എത്ര കിട്ടിയേ? 25.59 ഉള്ളത്. എവിടെയാ തെറ്റിച്ചേ? എനിക്കത് കിട്ടിയ മിസ്സേ 25.59 കിട്ടി. നിങ്ങൾ സൈൻ 2θ എങ്ങനെയാ ചെയ്തേ? സൈൻ 0.395 കിട്ടും. സൈൻ ഡിഗ്രി കാൽക്കുലേറ്ററിൽ ഡിഗ്രിയിലായിരിക്കും. അത് ഡിഗ്രിയിൽ കാൽക്കുലേറ്റർ ഇട്ടതുകൊണ്ടാ. കാൽക്കുലേറ്റർ റേഡിയനാക്ക. നമ്മൾ വാല്യൂ റേഡിയനിലാണ് കൊടുക്കണമെങ്കിൽ റേഡിയനിൽ ഇടണം. കാൽക്കുലേറ്ററിൽ മുകളിൽ റേഡിയൻ ആക്കണം. ഇപ്പൊ നമ്മൾ തീറ്റ ഡിഗ്രിയിലാണ് ഇടണമെങ്കിൽ സൈൻ 2θ കാണാൻ നേരത്ത് ഡിഗ്രിയിലാണ് ഇടണമെങ്കിൽ നിങ്ങൾ ഡിഗ്രിയിൽ ഇട്ടാൽ കുഴപ്പമില്ല. പക്ഷെ 2θ കൊടുക്കുമ്പം റേഡിയന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കണം. മോഡ് മാറിയാണ് കിടക്കണേ ഈ രണ്ടുപേർക്കും പറഞ്ഞവര്. അങ്ങനെ ആവാനാ സാധ്യത. ഈ 0.395 റേഡിയനിലാക്കണം. 0.395 റേഡിയൻ ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ മോഡ് മാറ്റ്. മോളില് റേഡിയൻ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ മോഡ് മാറ്റ്, അത് റേഡിയനിലാക്ക്. എന്നിട്ട് ഫുൾ വാല്യൂ റേഡിയനിൽ കൊടുത്താൽ മതി. ആരാ എനിക്ക് പേരറിയില്ലാത്തോണ്ടാട്ടോ. ആരാ ചോദിച്ച രണ്ടുപേര്? ജിഷ. മറ്റേ ആളാരാ? ജനീഷ ആണോ? അമല്. ഓക്കെ. ഏത് മോഡിലേക്ക് കോംപ്ലക്സിലാണോ? റേഡിയൻ ഒന്നും പറഞ്ഞിട്ടൊരു മോഡില്ല. റേഡിയനിലുള്ള മോഡുണ്ട്. മോഡ് എടുത്തേ. മോഡില് ഡിഗ്രി റേഡിയൻ അങ്ങനെ ഓപ്ഷൻ ഇല്ല. കോംപ്ലക്സ് അല്ലെങ്കിൽ അത് മാത്രം ഡിഗ്രി ചെയ്താൽ പോരെ? അല്ലെങ്കിൽ അത് മാത്രം ഡിഗ്രി ഇട്ടാൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ നിലവിൽ കാൽക്കുലേറ്റർ ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ ഡിഗ്രിയിലാണ് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 2θ എന്ന് എഴുതുന്നത് റേഡിയനിലെ വാല്യൂ ഇടുക 0.395. എന്നിട്ട് സൈൻ 2 × 11.31. ഡിഗ്രിയിൽ ഇടുമ്പോൾ 11.31 എന്ന് ഇടണം കേട്ടോ. ഡിഗ്രിയിൽ 11.31 ആണ് തീറ്റയുടെ വാല്യൂ വരണേ. റേഡിയനിലാവുമ്പോഴാണ് 0.197 വരണേ. തീറ്റയുടെ വാല്യൂ 0.197 എന്ന് പറയുന്നത് റേഡിയനിലാണ്. അത് ഡിഗ്രിയിൽ വരുമ്പം 11.31 ഡിഗ്രി എന്നാണ്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ മുകളിൽ റേഡിയൻ എന്ന് പറഞ്ഞ ഒരു ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഡയമെൻഷൻസ്, ഷിഫ്റ്റ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ എഴുതിയില്ലേ, അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് പല പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെവിടെ ഒരു റേഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷിഫ്റ്റ് ഞെക്കുക, ആ കീയിൽ ഞെക്കി കഴിഞ്ഞാൽ മോഡ് മാറും, റേഡിയൻ ആവും. ഏത് കീ ആണെന്ന് ഞാൻ മറന്നുപോയി. മിസ് അത് ഷിഫ്റ്റ് ആൻസർ എന്നുള്ളതിൽ ഞെക്കിയാൽ മതി, അന്നേരം മാറും. ഷിഫ്റ്റ് ആൻസർ ഞെക്കാം, അല്ലെങ്കിൽ മോഡ് ഷിഫ്റ്റ് ആൻസർ ഞെക്കിയിട്ട് 2 കൂടെ അടിക്കണം, അപ്പൊ റേഡിയൻ ആവും. ഏതോ ഒരു കീയുടെ മുകളിൽ RAD എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. അവിടെ ഇങ്ങനെ ഏത് നമ്പറാണ് ഞാൻ മറന്നുപോയി. ഏത് കീയുടെ മുകളിലാണ് അങ്ങനെ എഴുതിയേക്കണേന്ന്. കാൽക്കുലേറ്റർ വീട്ടിൽ കൊണ്ടുവരാൻ അല്ലാതെ കോളേജിൽ വെച്ചേക്കാം.
അത് മാറ്റണം എങ്ങനെയാണെന്നുള്ള സംശയം കേട്ടോ. ഇത് കിട്ടാൻ അതാണ് ആ ഷിഫ്റ്റ് ആൻസറിന്റെ അടിയിലാണ് ഡി മാറ്റാനായിട്ട് ഡിയൊക്കെ വന്നു, പക്ഷെ അത് അങ്ങനെ മാറ്റണേ ഈ ഭാഷ മാറുന്നില്ല അല്ലേ? എന്റെ കാൽക്കുലേറ്റർ, ഞാൻ പഴയ കാൽക്കുലേറ്റർ ആയതുകൊണ്ട് എനിക്ക് മാറില്ല. രക്ഷപ്പെട്ടു. അത് നിങ്ങളുടെ കയ്യിലുള്ള കാൽക്കുലേറ്റർ ഏതാ? 991 FS ആണോ? അതാണ് എല്ലാവരുടെ കയ്യിലും. പക്ഷെ എന്റെ കയ്യിൽ പഴയതായിരുന്നു. ഞാൻ വെറും ഒരു 82 MS ആയിരുന്നു. അതാ പറ്റി. അതുകൊണ്ട് എനിക്ക് എളുപ്പമായി പോയി. അത് ചെയ്യാൻ ഭയങ്കര സുഖാണ്. പക്ഷെ അത് അങ്ങനെ ചെയ്യണേ. നാളെ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ? വീഡിയോ ഒന്നും വേണ്ട. അതെ, ഞാൻ ഒരു മിനിറ്റ് ഇപ്പൊ പറയാം. വീഡിയോയുടെ ഒന്നും ആവശ്യമില്ല. അത് ബാക്കി വളരെ എല്ലാവർക്കും simple. കിട്ടിയാ? ചെയ്ത് നോക്കണ ആകെ കൂടി കുറച്ചുപേരേ ഉള്ളൂ. കിട്ടിയോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ മോഡില് വെക്കൂലേ? മോഡില് ഒരു മിനിറ്റ്, നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ മോഡ് ആ മോഡ് ഞെക്കിക്കേ. മോഡ് ഞെക്കി കഴിയുമ്പോ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വരും ഇല്ലേ? ഒറ്റ സ്ക്രീനിൽ ഒരുപാട് കാര്യങ്ങൾ വരുവാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ആരോ മാറ്റുമ്പോഴാണോ മാറണേ? ഞങ്ങക്ക് കോംപ്ലക്സ് നടക്കണേ മോഡ് ഞെക്കുമ്പോ. ആദ്യം കോംപ്ലക്സിന്റെ കോംപ്ലക്സ് താഴേക്ക് സ്റ്റാർട്ട് ഇക്വേഷൻ ടേബിൾ അങ്ങനെ കോംപ്ലക്സ് ഇക്വേഷൻ, പിന്നെ എന്താ എടുക്കണേ? ടേബിള് പിന്നെ മിസ്സേ ഷിഫ്റ്റ് മോഡ് ഞെക്കിയാ മതി. ഓക്കെ. നിങ്ങൾ ഞെക്കണ എന്തിലോ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ പറയാം, 9991 FS ആണെങ്കിൽ, അതല്ലാതെ മറ്റൊരു ബ്ലാക്ക് കാൽക്കുലേറ്റർ ആണെങ്കിൽ, അതിന്റെ ഇത് മറന്നു ഞാൻ. 99 FS ഷിഫ്റ്റ് മോഡ് ഞെക്കിയിട്ട് 4 അടിച്ചാ മതി. അതെ, ഷിഫ്റ്റ് മോഡ് ഞെക്കിയിട്ട് 4 ആക്കണം. ഷിഫ്റ്റ് മോഡ് 4. 4. അത് ഷോർട്ട് കീ ആണ് ശരിക്കും. അത് ആ 4ന്റെ മുകളിലാണോ RAD കിടക്കണേ? അതെ, 4 അടിച്ചാൽ RAD കിട്ടും. RAD അത് കഴിഞ്ഞിട്ട് അത് ഗ്രേഡിയന്റ് ആവുമ്പോ 5 അങ്ങനെ. നിങ്ങൾ താഴെ 1 2 3 നമ്പർ ചെയ്തേക്കണേന്റെ അതിന്റെ ഇടയില് RAD ഡിഗ്രി. ഷിഫ്റ്റ് മോഡ് അടിക്കുമ്പോ തന്നെ ഈ സെറ്റപ്പ് വരും. അന്നേരം ആ സെറ്റപ്പിനകത്ത് 1 മുതൽ 8 വരെയുള്ള ഓരോ സെറ്റപ്പുകൾ ഉണ്ട്. അത് നമുക്ക് ലിസ്റ്റ് ചെയ്യും. അതിനകത്ത് 4 അടിച്ചു കഴിയുമ്പോൾ റേഡിയനാവും. അത് ഓരോ കാൽക്കുലേറ്ററിൽ ഡിഫറെന്റ് ആണ്. പഴയ മോഡലായിരുന്നു, ഒറ്റയടിക്ക് ഡയറക്റ്റ് കിട്ടിയത്. ഞാൻ അതാ ചോദിച്ചത്, ഏത് കാൽക്കുലേറ്റർ അനുസരിച്ച് അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കാം. ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാൽക്കുലേറ്റർ എനിക്ക് ഫോട്ടോ എടുത്തിടാമോ? ഗ്രൂപ്പിലിട്, ഞാൻ പറയാം. ഓക്കെ, അടുത്തത് ഇത് സർക്കുലാർ ഏരിയ. അതിന്റെ ആൻസർ കറക്റ്റ് ആണ്. 49.6 ആണ് ആൻസർ. എങ്ങനെ ചെയ്താലും 49.6 വരുള്ളൂ. ഇനി നിങ്ങൾ വേറൊരു ആൻസർ കിട്ടുന്നത് നിങ്ങൾ ആ റേഡിയനിൽ ഇടാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് സർക്കുലാർ ഏരിയ. ഫിഗർ വരച്ചോ? ഓക്കെ, ഇതാണ് ഇക്വേഷൻ. സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു, നോക്കി എഴുതണേ, 1 മൈനസ്, പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ബൈ സെഡ് ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്യൂ കോമൺ ആണ്. എഴുതണം ഒന്നുകൂടെ. ക്യൂ ഇൻറ്റു 1 മൈനസ്, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1/1 പ്ലസ് ആർ ബൈ സെഡ് ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിൽ ബ്രാക്കറ്റിലുള്ള ഇത്രയും ടേമിനെ നമ്മൾ IC എന്ന് പറയും. IC എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. IC എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്.
അത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് R/Z. നമുക്ക് സർക്കുലാർ ഇതിൻ്റെ റേഡിയസ് ടു ഡെപ്ത് ആ റേഷ്യോയ്ക്ക് അനുസരിച്ചാണ് ഈ ICയുടെ വാല്യൂ, അതായത് ഈ ബ്രാക്കറ്റിലുള്ള വലിയ സാധനത്തിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത്. R/Z എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. നമ്മുടെ ഫിഗറിലെ തീറ്റ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ട് സർക്കിളിൻ്റെ ഡയമീറ്റേഴ്സ് എൻഡ് തമ്മിൽ ആ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുമ്പോൾ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 2θ. അതും കൂടെ നോട്ട് ചെയ്യണേ. ഈ ആംഗിളാണ് 2θ. ഈ ആംഗിൾ ഇത് 2θ ആണ്. ഇക്വേഷനിൽ നമ്മൾ എഴുതുമ്പം R/Z ആണ്. R/Z എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഇക്വേഷൻ എഴുതിയോ? എഴുതി വെച്ചോളാം. ടാൻ തീറ്റ ഈക്വൽ ടു R/Z. 2θ മാർക്ക് ചെയ്യുക. 2θ ഇതാണെങ്കിൽ തീറ്റ ഇതായിരിക്കും. IC എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിലുള്ള സാധനം. Q കൂടാതെ ബാക്കി ഫുള്ളുള്ള കോൺസ്റ്റന്റ് വാല്യൂ Q ഇൻറ്റു IC എന്ന് വരും. അതിനെയാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയുക. നിങ്ങൾ പേടിക്കുന്നുണ്ട്, ഈ വാല്യൂ ഒക്കെ ക്വസ്റ്റ്യനിൽ തരും. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ നിമിഷം അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയൂല, എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടായിരുന്നു എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ. അറിയാം ഒരുപാടുണ്ട്, ഭയങ്കര പാടാണെന്നൊക്കെ അറിയാം. നമുക്ക് പഠിക്കാന്നേ, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. ദെൻ ആ തീറ്റ എന്ന് പറയുന്നത് ഓൾറെഡി കാണിച്ചു തരാം. അപ്പൊ R/Z എങ്ങനെയാ വന്നതെന്നും കൂടെ ഇനി മനസ്സിലാക്കി തരണ്ടേ. ഇതാണ് തീറ്റ. ഓക്കെ, അപ്പം ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ഈ ഫിഗറിൽ നിന്ന്? ഇത് എൻ്റെ റേഡിയസ് ആണ്, ക്യാപിറ്റൽ R ആണ് അല്ലേ. ഇത് വെർട്ടിക്കൽ ഹൈറ്റ് ആണ്, ഇത് Z ആണ്. അപ്പോൾ ടാൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? R/Z. അങ്ങനെയാണ് ടാൻ തീറ്റ ഈക്വൽ ടു R/Z, റൈറ്റ് ട്രയാങ്കിൾ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതിൽ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഏരിയ പഠിക്കുക, അതിൽ ഇക്വേഷൻ പഠിക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ എഴുതാമോ? ഇവിടെ ശ്രദ്ധിക്കണം, Q എന്ന് പറയുന്നത് ലോഡിന്റെ ഇന്റൻസിറ്റി kN/m² ആണ്. ഏരിയ, സർക്കുലർ ഏരിയയിലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ലോഡിന്റെ ഇന്റൻസിറ്റി kN/m² ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ Qന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ kN/m² വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ വെർട്ടിക്കൽ സ്ട്രെസ്, VS എന്ന് എഴുതിയ വെർട്ടിക്കൽ സ്ട്രെസ് എന്നാണ് കേട്ടോ, അറ്റ് എ പോയിന്റ് P at a depth of 2.5 meter directly under the center of circular area of radius 2 meter and subjected to a load of 100 kN/m². ക്വസ്റ്റ്യൻ എഴുതിയോ?
മിസ് ഇവിടെ 6 ഇസഡ് ഇപ്പൊ ഡയറക്റ്റ് തന്നേക്കുന്ന സ്ഥിതിക്ക് ഇനി ടാൻ തീറ്റ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല. 6 6 ഇസഡൊക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇനി ടാൻ തീറ്റ ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് നമുക്കിപ്പോൾ എന്താ ഡെപ്ത് തന്നിട്ടുണ്ട്, ടാൻ തീറ്റയാണ് തന്നേക്കണേന്ന് വിചാരിക്കാം. അതിപ്പോൾ നമുക്ക് റേഡിയസ് കാണാം. അല്ലെങ്കിൽ സാധാരണ 6 ഇസഡും തന്നിട്ടാണ് ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ദ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് വാല്യൂ IC ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരും. റേഡിയസും ഇതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, ഡെപ്ത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളോട് പറയും IC എന്ന് പറഞ്ഞ് ലോഡ് ഇത്രയാണ്, ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റിലെ ഇത്ര മീറ്റർ ഡെപ്തിൽ താഴെയുള്ള പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് കാണാൻ പറയും. അപ്പം നമുക്ക് സിമ്പിളാണ്, ICയുടെ വാല്യൂ ഇൻറ്റു ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ എഴുതാം. R 2 മീറ്റർ ആണ്, Z 2.5 മീറ്റർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കുക. ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക, ലോഡ് kN/m²-ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ലോഡ് kN/m²-ആയിരിക്കണം. ക്യൂവിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പെർ മീറ്റർ ലോഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. കിട്ടിയ ആൻസർ 52. കിട്ടിയ മിസ്സേ. ഓക്കെ, ഇതൊക്കെ ഇതിനകത്ത് ചോദിക്കാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തൊന്നും വലിയ വ്യത്യാസം വരില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അടുത്ത് പറയട്ടെ. ഇനി 1, 2, 3 കേസും കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത കേസ് പറയട്ടെ. കിട്ടിയോ? 52. ഹലോ, നെക്സ്റ്റ് പറയാം. അടുത്തത് ഓക്കെ ഓക്കെ കിട്ടിയോ? കിട്ടി. ഓക്കെ, അടുത്തത് വെർട്ടിക്കൽ സ്ട്രെസ് ഡ്യൂ ടു യൂണിഫോം ലോഡ് ഓൺ ആനുലാർ ഏരിയ. ശ്രദ്ധിക്കണം, സർക്കുലാർ ഏരിയ അല്ല, ആനുലാർ ഏരിയ. അതായത് റിംഗ് ഫൗണ്ടേഷൻ ആണ്. റിംഗ് ഫൗണ്ടേഷന്റെ പ്രത്യേകത എന്താ? അതിന് സെന്റർ ഹോൾ ആയിരിക്കും. ഹോളയാണ്. റിംഗ് എന്താ, എക്സ്റ്റേണൽ ഇന്റേണൽ ഡയമീറ്റർ ഉണ്ട്. അപ്പൊ ആ വിട്ടിൽ മാത്രമാണ് എന്തുള്ളൂ, ലോഡുള്ളൂ. അപ്പം അങ്ങനെയുള്ള റിംഗ് ഫൗണ്ടേഷനിലാണ്, അങ്ങനെയുള്ള റിംഗ് ഫൗണ്ടേഷൻ ഒരു യൂണിഫോം ലോഡ് ആക്ട് ചെയ്യണു. അതിന് താഴെയുള്ള ഒരു പോയിന്റിലെ സ്ട്രെസ്, അത് കാണാനുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ ഞാൻ ഒന്ന് എഴുതി കാണിക്കാം, കുറച്ച് അതിനകത്ത് ബ്ലർഡ് ആയിട്ടായിരിക്കണം. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, വെർട്ടിക്കൽ സ്ട്രെസ് ഡ്യൂ ടു യൂണിഫോം ലോഡ് ഓൺ ആനുലാർ ഏരിയ അല്ലെങ്കിൽ റിംഗ് ഫൗണ്ടേഷൻ. ഇതിൽ നിന്നാണ് യൂഷ്വലി ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ കണ്ടേക്കണേ. ആനുലാർ റിങ്ങും അല്ലെങ്കിൽ സർക്കുലാർ. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് ഈ ഒരു പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കണ്ടിരിക്കണേ.
മറ്റേ ചോദിക്കില്ല എന്നല്ല. ഓക്കെ, ഹെഡിങ് എഴുതിയോ? ഞാൻ ഇക്വേഷൻ എഴുതി തരാം. ഇതാണ് ഇക്വേഷൻ. സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വലിയൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 1 മൈനസ് പിന്നെ ഒരു കേളി ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാണ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് A0 divided by Z whole square. ഈ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഹോൾ റേസ് ടു 3/2 ഈ വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, മൈനസ് ക്യൂ ഇൻറ്റു വീണ്ടും ഒറ്റ ഇക്വേഷൻ ആണ് 1 മൈനസ് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് AI ബൈ Z ഹോൾ സ്ക്വയർ കേളി ബ്രാക്കറ്റ് ഹോൾ റേസ് ടു 3/2 വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. A0 A1 ആണോ? A0 AI AI ആണ്. ബൈ Z ആണ് കേട്ടോ. ഓക്കെ, അതിൽ A0 എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ് ആണ്. ഓക്കെ, സോറി AO എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ് ആണ്. AI എന്ന് പറഞ്ഞാൽ ഇന്നർ റേഡിയസ്. സോറി, ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയത് A0 എന്ന്. ക്യാപിറ്റൽ സ്മോളർ എഴുതാറിയ പെട്ടെന്ന് റേഡിയസ് ആണ് ഔട്ടർ ഇന്നർ എന്ന് അറിഞ്ഞത്. ഇതിപ്പോ അല്ലെങ്കിൽ R1 R2 ഇതിപ്പോ ഈ നൊട്ടേഷൻ ആയിരുന്നു നമുക്ക്. ഈ നൊട്ടേഷൻ ആണ് യൂഷ്വലി കണ്ടേക്കണത്. ഏരിയ ആണെന്നുള്ള തോന്നലായി പോവാ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. A0 എന്ന് പറഞ്ഞാൽ ഔട്ടർ, AO എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ്, AI എന്ന് പറഞ്ഞാൽ ഇന്നർ റേഡിയസ്. റേഡിയസ് ആണ്, ഡയമീറ്റർ അല്ല. അതെന്താണെന്നറിയോ R വെച്ചിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാത്ത? ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ RO ഔട്ടർ റേഡിയസ്, ഇന്നർ റേഡിയസ് RI എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഈ വെർട്ടിക്കൽ സ്ട്രെസ് ചെയ്തപ്പോൾ സ്മോൾ ലെറ്റർ R നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിട്ടാണ്? റേഡിയൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഇതിന് മുന്നേ പഠിച്ച കേസിലൊക്കെ സ്മോൾ ലെറ്റർ R/Z എന്ന് പറഞ്ഞൊരു ടൈം വന്നായിരുന്നു. അവിടെ നമ്മൾ സ്മോൾ ലെറ്റർ R എന്തായിട്ടാണ് യൂസ് ചെയ്തേക്കണേ? ഒരു റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. അതായത് ആ ലോഡ് പോകുന്ന ആക്സിസിൽ നിന്ന് കൺസിഡർ ചെയ്യുന്ന പോയിന്റ് വരെയുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ സ്മോൾ ലെറ്റർ R ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതും ഇതും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നൊട്ടേഷൻ മാറ്റി യൂസ് ചെയ്തിരിക്കുന്നത്. ആ ആറും ഇതും തമ്മിൽ ഒരുപോലെ അല്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വേറൊരു നൊട്ടേഷൻ ഇന്നർ റേഡിയസിനും ഔട്ടർ റേഡിയസിനും കൊടുത്തത്. ഇതിപ്പോ ശരിക്കും ഔട്ടർ റേഡിയസ് വെച്ച് ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇന്നർ റേഡിയസ് വെച്ച് ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് തമ്മിൽ ആഡ് ചെയ്യല്ല ചെയ്യണേ, മൈനസ് ചെയ്യാണ് ചെയ്യണേ. വലുതീന്ന് ചെറുത് കുറയ്ക്കുന്നു. ആ നൊട്ടേഷൻ A0 AO AI വരാനുള്ള കാരണം അതാണ്. നമ്മൾ സ്മോൾ ലെറ്റർ R ചൂസ് ചെയ്യുമ്പം നമുക്ക് കൺഫ്യൂഷൻ ആവും. റേഡിയൽ ഡിസ്റ്റൻസ് അല്ല, നമ്മൾ റേഡിയസ് അല്ല പഠിച്ചേക്കണേ. ബോസിനസ് ഇക്വേഷനിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ചെയ്തേക്കണേ എന്താണ്? റേഡിയൽ ഡിസ്റ്റൻസ് സ്മോൾ R ആയിട്ടാണ്, അല്ലാതെ ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ് എന്നുള്ള രീതിയിലല്ല. അതാണ് ഇവിടെ വീണ്ടും സ്മോൾ ലെറ്റർ R യൂസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ R യൂസ് ചെയ്യാത്തതും. ഓക്കെ, AO എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ്, AI എന്ന് പറഞ്ഞാൽ ഇന്നർ റേഡിയസ്, Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്ത്. ഏത് പോയിന്റിലാണോ സ്ട്രെസ് കാണണ്ടേ ആ പോയിന്റ് വരെയുള്ള വെർട്ടിക്കൽ ഡെപ്ത് ആണ് Z. ഓക്കെ, ഇക്വേഷൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും?
ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എഴുതാമോ? ഇതിന്റെ ഒക്കെ ഇങ്ങനെ സൈഡ് മാറിയിട്ടുള്ള ലോഡിന്റെ ഇല്ല അല്ലേ? അത് ഇല്ല നന്നായി. ഇല്ല ഇല്ല, ഇതെല്ലാം എക്സാക്ട്ലി സെന്ററിലുള്ള കേസ് മാത്രമേ ഉള്ളൂ. സൈഡ് അത് മാറി വരണത് മറ്റേ സ്ട്രിപ്പ് ലോഡിന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ സിലബസിൽ അങ്ങനെ തന്നെ പറയണേ. ഇതിന്ന് ഇനി എന്താണ് സൈഡ് മാറി വന്ന കേസ് നമുക്ക് വേണേ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. ഞാൻ അതും കൂടെ പറഞ്ഞ് അത് ചെയ്യാം. മറ്റേ കൂടുതൽ വേണ്ട. ആ അല്ല, നമ്മളിപ്പോ ഞാൻ പറയാം, നമ്മൾ സർക്കുലാർ ചെയ്തില്ലേ, ആ സർക്കുലാർ ഇതിന് എക്സാക്ട്ലി സെന്ററിന്റെ താഴെയായിരുന്നു നമ്മുടെ സ്ട്രെസ് കാണേണ്ട പോയിന്റ്. ആ സെന്ററിന് താഴെയല്ല സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്താൽ പ്രോബ്ലം ചെയ്യാം. യൂഷ്വലി ഞാനത് ചെയ്യിപ്പിക്കാറില്ല, പിള്ളേർക്ക് ഇതെല്ലാം കൂടെ കൺഫ്യൂഷനാ. ഈ സെന്ററിലുള്ള കേസ് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് മാറ്റി ചെയ്യാൻ സിമ്പിളാ സത്യം പറഞ്ഞ. അതൊന്ന് പറഞ്ഞ് തലേ കയറ്റണമെങ്കിൽ ഞാൻ 10 ദിവസം ശ്രമിക്കണം. അതുകൊണ്ട് ഞാനത് പറയാറില്ല. ഞാൻ റെഗുലറിലും പഠിപ്പിച്ചില്ല അത്. ഈ സർക്കുലാറിന്റെ കേസിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ വേണമെങ്കിൽ. ചെറിയൊരു മാറ്റമുള്ളൂ. എടുക്കണ്ട മിസ്. അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പഠിപ്പിച്ചപ്പോഴും എടുത്തിട്ടില്ല, ഇപ്പൊ റെഗുലറിൽ പഠിപ്പിച്ചപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. കാരണം ഈ മൊഡ്യൂൾ ഇനിയുണ്ട് കൊറേ കൊറേ ഉണ്ട്. ഞാൻ ആർക്കെങ്കിലും പറഞ്ഞു തന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഒരു വിരോധവും ഇല്ല. ഇതൊക്കെ ചുമ്മാ ടൈം പാസിന് പറയണേ മിസ്സേ. എനിക്ക് ഒരു വിരോധവും ഇല്ല. വളരെ സിമ്പിൾ അത് ചെയ്യാം. പക്ഷേ അതൊന്ന് എന്താ പറയണ, ചിന്തിക്കൂല. ഞാൻ റെഗുലറിൽ അത് എടുക്കാറില്ല. അത് ഇത്തിരി പറഞ്ഞ് മനസ്സിലാക്കിച്ചു കഴിഞ്ഞാൽ ആ പിള്ളേർക്ക് തലേ കയറൂല. നമ്മൾ ഇത്രയും തന്നെ ആകുമ്പോൾ എല്ലാവരും മടുക്കും. കുറെ ഇക്വേഷൻ ആയി. ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിഞ്ഞ് 3ാമത്തെ ഇക്വേഷൻ കൂടെ വന്നു കഴിയുമ്പോഴേക്കും എല്ലാവരും നല്ല രസത്തിലായിരിക്കും പോണേ. അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞില്ല. ഇതിനകത്ത് ഈ മൊഡ്യൂളിൽ ചെയ്യാൻ എളുപ്പം ഇതാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു റീജിയണിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളൂ, ഈ ഒരു ഏരിയയിൽ നിന്ന്. അത് ചെയ്യുമായിരിക്കും ഏറ്റവും എളുപ്പം. ഇനി വരുന്ന ഈ മൊഡ്യൂളിൻ്റെ ബാക്കി ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. പക്ഷെ നമ്മൾ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ എഴുതിയോ? ക്വസ്റ്റ്യൻ വായിക്കാം. എ റിംഗ് ഫൗണ്ടേഷൻ is of 3.6 meter external diameter and 2.4 meter internal diameter. It transmits a uniform pressure of 135 kilonewton per meter square. Calculate the vertical stress at a depth of 1.8 meter directly beneath the center of loaded area. ഇന്നർ റേഡിയസ് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഔട്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ലോഡ് തന്നിട്ടുണ്ട്. ലോഡ് തരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സർക്കുലാർ പോലെ തന്നെ റിങ്ങിലും ക്യൂവിൻ്റെ വാല്യൂ kN/m² വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പം ലോഡ് kN/m²ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വേണം ചെയ്യാൻ. എല്ലാ വാല്യൂസും ഉണ്ട് ആ ഇക്വേഷനിൽ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ എത്ര കിട്ടണേന്ന് പറയാം. ആ ആൻസറും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം കേട്ടോ.
ഡയമീറ്റർ ആണ് തന്നേക്കണേ, റേഡിയസ് ആക്കിയിട്ട് വേണ്ടോ ചെയ്യാൻ. ഡെപ്ത് തന്നിട്ടുണ്ട്, ഇതുണ്ട്. ആ ഇക്വേഷൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ വെളിയിലെടുക്കാം. അതിൽ കുറേ വണ്ണും കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് പോവും. ഒരു വണ്ണും ഒരു -1ഉം കട്ടാവും. അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ളതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും. സിഗ്മ ഇസഡ് എത്ര കിട്ടണേന്ന് നോക്കും. കിട്ടുന്നുണ്ടോ? സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലും കിട്ടിയോ? ആ 30.3 കറക്റ്റ് ആണ്. എല്ലാവർക്കും കിട്ടിയോ? കിട്ടി മിസ്സേ. ഓക്കെ ഓക്കെ, ഞാൻ ക്ലാസ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. ഒരു